ആൽവിയും ദൈവം താമസിക്കുന്ന റൂമിലായിരുന്നു അന്ന് ഞങ്ങൾ. മിക്കപ്പോഴും അവിടെയാണ് ഞങ്ങൾ കൂടാറ്. അന്ന് ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചു, നന്നായി ഫിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങളങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അന്നത്തെ ഫുട്ബോൾ മാച്ച് വിഷയമായി വന്നു. അന്ന് അളിയനില്ലായിരുന്നെങ്കിൽ മൊത്തം തോറ്റ് നാണം കിട്ടാനേ ദൈവം പറഞ്ഞു. അതെ, അന്നങ്ങനെ തോറ്റിനെങ്കിൽ പിന്നെ കോളേജിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ചിരിയോടെയാണ് കേട്ടിരുന്നെങ്കിലും കിച്ചു അത്യധികം ദേഷ്യത്തിലായിരുന്നു. അവൻ കയ്യിൽ നിന്ന് ബിയർ ബോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ച് ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, എങ്കിലും ഞങ്ങൾ അവന്റെ പുറകെ പോയി. നികള, എന്താ പ്രശ്നം? നിനക്ക് എന്താ പറ്റിയേ? കാശി വിളിച്ചു ചോദിച്ചു. അവനത് കേൾക്കാതെ അവനെ പോയി. ആൽവിസ് അവനെ പിടിച്ചു നിർത്തി. നീയൊക്കെ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞതിനർത്ഥം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നല്ലേ? ഞങ്ങൾ അങ്ങനെയൊന്നല്ലോ പറഞ്ഞു. നല്ല അഭിനയ മികവാണല്ലോ എല്ലാവർക്കും. നിങ്ങളുടെ ഹീറോ അവനല്ലേ കാശി, ഞാനെപ്പോഴും സീറോ അല്ലേ? മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാശി അവനെ കോൾ പിടിച്ചോട് ചോദിച്ചു. നീ ആരടാ എന്നെ ചോദിച്ചാ? കിച്ചും കാശിയുടെ കോൾ പിടിച്ചു. രണ്ടുപേരും പരസ്പരം അടിക്കുന്നതായി നിന്നു. ഞാൻ രണ്ടുപേരും പിടിച്ചു മാറ്റി. രാവിലെ സംസാരിക്കാം, ഇപ്പൊ ഒന്നിനൊരു ബോധമില്ല, ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. രണ്ടുപേരെയും പിടിച്ചു മാറ്റി കിച്ചു അവിടെ നിൽക്കാതെ തിരികെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ കിച്ചു അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കാൻ ചെയ്തിട്ടും അവൻ നിന്നില്ല. ഞങ്ങളുടെ അടുത്തുനിന്ന് പോകാൻ തുടങ്ങിയ കിച്ചുവിനെ കാശി പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. സോറിയുടെ സൈക്കോ, നിന്നെ വിഷമിക്കാൻ ഞാൻ ആരൊന്നും പറയില്ല. അപ്പൊ തന്നെ കിച്ചു അവനെ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു. ശരിക്കും കാശി ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആരുടെ മുമ്പിൽ തോൽക്കാത്ത കാശി അവന്റെ കിച്ചുവിന് മുമ്പിൽ നിന്ന് തോറ്റു കൊടുത്തേ ഉള്ളൂ. കാരണം ഒന്നേ ഉള്ളൂ, അവൻ അത്രമേൽ പ്രിയപ്പെട്ട അവന്റെ ചങ്ങാതിയാണ് കിച്ചു. പിന്നെയുള്ള ദിവസങ്ങളിൽ കിച്ചുവിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. റാമുമായിട്ടുള്ള കൂട്ടായിരുന്നു മെയിന്. കിച്ചു അവന് വേണ്ടി ഞങ്ങളോട് പോലെ സംസാരിച്ചു. ഒറ്റയ്ക്ക് മറ്റൊരു രാജ്യത്ത് വളർന്നു വന്നതിന്റെ കുഴപ്പങ്ങളാണത്ര അവന്. പക്ഷെ ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാശി പിന്നെ റാമിന്റെ പേര് അവനായിട്ട് വഴക്കാൻ പോയിട്ടില്ല. ഒരു പ്രശ്നം വേണ്ടാണ് അവനും കരുതി. അങ്ങനെയായിട്ട് ഒരു ദിവസം വൈകിട്ട് കോളേജിൽ കഴിഞ്ഞ് ഞങ്ങൾ കോച്ചിനെ കാണാൻ പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ റാമും കിച്ചു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ കിച്ചു പുറത്തേക്ക് വന്നു. കോച്ച് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇവിടെ വേണം വാ. കാശിയുടെ ബാഗ് ഇവിടെ കിടന്നാണ്, ഞാനിത് അവന്റെ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് വന്നേക്കാം, നിങ്ങൾ വിട്ടോ. അല്ല, കാശി എത്തിയില്ലല്ലോ. ഇല്ല, ഇപ്പൊ എത്തും, ഡ്യൂട്ടി സമയം കഴിഞ്ഞു. ദൈവം അതും പറഞ്ഞ് ചിരിച്ചു. ഞങ്ങൾ കൂടി. കാശി സ്ഥിര സമയത്ത് നിന്റെ സ്കൂൾ മുമ്പിൽ വരികയായിരുന്നു. ഒന്ന് സംസാരിച്ചില്ലെങ്കിലും ഇന്നും നിന്നെ കാണാനേ അവിടെ എത്തും. ഒന്നും നീ അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം. കുറച്ച് കഴിഞ്ഞാൽ കാശി വന്നു. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയത് കിച്ചനെ എവിടെയോ പോകണമെന്ന് പറഞ്ഞു അവൻ പോയി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ ക്യാമ്പസിനുള്ളിലേക്ക് വന്നു. ഇതെന്താണ് പോലീസൊക്കെ? കാശി ചോദിച്ചു. അവരവിടെ കൂടി ഒന്ന് രണ്ട് പേരുടെ എന്തോ ചോദിക്കുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത്. വന്ന പോലീസുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പോലീസുകാരെങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്തോ സാർ? കാശി ഇപ്പൊ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യും. സാറുമാരുടെ പുച്ഛത്തിൽ ഞങ്ങളോട് പറഞ്ഞു. ഇവന്മാരുടെ വണ്ടി ബാഗ് മൊത്തം നോക്കടാ. അവർ ഞങ്ങളുടെ ബാഗ് പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. സർ, കാര്യം പറ. അപ്പോഴേക്കും കോളേജിലുണ്ടായ സ്പോർട്സിലെ സ്റ്റുഡൻസും സ്റ്റാഫൊക്കെ അവിടേക്ക് വന്നു. കോച്ചും സാറൊക്കെ ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. സർ, നിങ്ങൾ ഇവിടെ കയറി എന്ത് ചെയ്യാമെന്ന് കരുത്, ഇതൊരു വിദ്യാലയമാണ് സാറ് പറഞ്ഞു. അപ്പൊ ഇതോ സാറേ? അതും പറയാൻ കാശിയുടെ ബാഗിന് സിറിഞ്ചും മയക്കുമരുന്നും പുറത്തെടുത്തു. ഞങ്ങളത് കണ്ട് ഞെട്ടിപ്പോയി. കാശിയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവിടെ കൂടി ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. സാറുമാർ കുറെ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. കാരണം തെളിവ് സഹിതമാണ് പിടിച്ചത്. ഞങ്ങളെല്ലാവരും അത് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് കാശി മുന്നോട്ട് വന്ന് പറഞ്ഞു. സർ, എന്റെ ബാഗിൽ നിന്നല്ല കിട്ടിയത്, അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യും. അവൻ എന്ത് ചെയ്തു? അവർക്കെതിരെ നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ഏറ്റു. ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവൻ കേട്ടില്ല. പിന്നെ ഞങ്ങളുടെ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ട് അവർ കാശിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അവന്റെ നിറഞ്ഞ കണ്ണുകൾ ആരെയും നൊമ്പരപ്പെടുത്തുമായിരുന്നു. ആ കോളേജിന്റെ തന്നെ അഭിമാനമായി ഒരു നിമിഷം കൊണ്ട് അപമാനമായി മാറി. കാശിയുടെ തകർച്ചയുടെ ആരംഭമായിരുന്നു ഒപ്പം ചില തിരിച്ചടികളുടെ. അപ്പോഴാണ് ആരിത് ചെയ്യുമെന്നൊരു ചിന്ത ഞങ്ങൾക്കിടയിലേക്ക് വന്നു. പെട്ടെന്നാണ് കാശിയുടെ ബാഗുമായി പോകുന്ന കിച്ചുവിനെ ഞങ്ങൾ ഓർത്തത്. പക്ഷെ അത് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം കിച്ചു ഒരിക്കലും അവന്റെ കാശിയോട് ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. എങ്ങനെയെങ്കിലും പാർക്കിങ്ങിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒപ്പം ഒരു പ്രാർത്ഥന മാത്രം, കിച്ചു ആവരുതേന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് ഫുട്ടേജിൽ കിച്ചുവിനെ അല്ലാതെ വണ്ടിയുടെ അടുത്ത് ആരെയും സംശയാസ്പദമായി കണ്ടില്ല. മാത്രമല്ല, അന്നവൻ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെയായിരുന്നു ഇറങ്ങിയത്. അതും പോലീസ് വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അവൻ ഞങ്ങളുടെ അടുത്ത് പോയത്. ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും കോളേജ് ഗ്രൂപ്പിലൊക്കെ ഈ വാർത്ത കാട്ടുതീ പോലെ പറഞ്ഞു. കാശിയുടെ അച്ഛന്റെ പണത്തിന്റെയും പിടിപാടിന്റെയും ഗുണം കൊണ്ട് കണ്ടുകിട്ടിയത് മയക്കുമരുന്നുകളല്ലെന്ന് തെറ്റിദ്ധാരണ സംഭവിച്ചാണെന്ന് പറഞ്ഞു അവന് വിട്ടയച്ചു. പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് നിൽക്കുന്നതായിരുന്നില്ല. നാട്ടിൽ ഈ വാർത്ത വ്യക്തമായിരുന്നു. രഘുവെങ്കിലും പിന്നെ വിശ്രമില്ലാതെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും അറിയേണ്ട കാശിയുടെ കാര്യമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ നാണക്കേണ്ടി വന്നൊരു ദേഷ്യം അങ്കിൾ ഇവനോട് തീർത്തു. ഇവരൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അങ്കിൾ അതൊന്നും കേട്ടില്ല. ജാനകിയമ്മ പിന്നെ എല്ലാം അറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വരെ ഇരിപ്പായിരുന്നു. എല്ലാം കൊണ്ട് ഞങ്ങളുടെ കാശി താഴ്ന്നുപോയി. ആർക്കെങ്കിലും കരയാതെ പിടിച്ചിരുന്ന കാശി സർവ്വം നഷ്ടപ്പെടുന്ന പോലെ ആർത്ത് കരയും ഞങ്ങൾക്ക് നോക്കേണ്ടി വന്നു. അന്നവന്റെ കൂടെ ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ച് പേരും വൈഷു പിന്നെ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കുറച്ച് സമയം കഴിഞ്ഞ് ഓക്കെ ആയത് കിച്ചുവിനെയാണ് ചോദിച്ചത്. അവരെ കാണാനായിട്ട് അവരെ പറ്റി തിരക്കിയെങ്കിലും ഞങ്ങളൊന്നും മിണ്ടാതില്ല. അവരെ ക്ഷമ നശിക്കുന്നുണ്ടോ ഞങ്ങൾ അവരുടെ സത്യം തുറന്നു. അത് അവനെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോളേജിൽ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജ് അവനെ കാണിച്ചു. അപ്പോൾ അവരത് ചങ്ക് പറയുന്ന വേദനയോടെ സത്യമാണെന്ന് അംഗീകരിച്ചു.
രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിക്കാനാണ് സീറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ് കിച്ചു അങ്ങോട്ട് വന്നത്. ഞാനിപ്പോൾ ദയവായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കിച്ചു വരുന്ന കണ്ടത് ഞാൻ വേഗം കാശിയുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടത് കാശിയുടെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. വണ്ടി നിർത്തി അവൻ കാശിയുടെ അടുത്തേക്ക് വന്നു. എന്താണ് പ്രശ്നം? ഞാൻ ഒരു സ്ഥലത്ത് പോയതായിരുന്നു, ഇവിടെ നിന്റെ കാര്യം അറിയുന്നു. കിച്ചു അതും പറഞ്ഞ് കാശിയുടെ അടുത്തേക്ക് വന്നു. കാശി അവനെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടി. പുന്നാര മോനെ, കൂടെ നിന്ന് ചതിക്കുന്ന നായ. കാശി അതും പറഞ്ഞ് അവനെ മൂട്ടിലേക്ക് ആദ്യം പഞ്ച് ചെയ്തു. കിച്ചു ആദ്യം ഒന്ന് പതിപ്പോയെങ്കിലും അവൻ തിരിച്ചടിച്ചു. രണ്ടുപേരെയും ഞങ്ങളെല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചു. ചേച്ചേ, നീ എന്തിനാണ് എന്നെ ചതിച്ചത്? നിനക്ക് എന്താണ് വേണ്ടത്? ക്യാപ്റ്റൻ വിട്ടോ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്കിലും ഒഴിഞ്ഞു പോയിരുന്നില്ലേ? അതിന് പകരം നീ എന്താണ് ചെയ്തത്? എന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. ഞാനൊരു മയക്കുമരുന്നിന് അടിമപ്പെട്ടവനായി എല്ലാവരുടെ മുമ്പിൽ. എങ്ങനെയാണോ ആ സിറിഞ്ചും ഡ്രഗ്സിന്റെ ബാഗിൽ വന്ന് നീ എന്നെ കൊണ്ടുവച്ച് സ്വന്തം കൂടെ പറമ്പിൽ പറയല്ലോ നിന്നെ ഞാൻ കണ്ടത്? എന്നിട്ട് നീ എന്തിനാണ് ഈ ചതി ചെയ്തേ? കാശി കണ്ണുനീരെ കയ്യാലെ തുടച്ചു. കിച്ചവരോട് എന്തോ പറയുന്നു. കാശി അവനെ കോളിൽ കുത്തിപ്പിടിച്ച് പുറകോട്ട് തള്ളി. കാശി മൊബൈലിൽ CCTV വിഷയം അവനെ കാട്ടി. നീയാണ് ഇത്? നിന്റെ കയ്യിലല്ലാതെ എന്റെ ബാഗ് വേറെ ആരുടെയും കയ്യിലെത്തിയിട്ടില്ല. പോരായിട്ട് നിന്നെ റാമിനെ ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അഭിനയൊന്നും വേണ്ട. നീയും ആ ചെറ്റിയും കൂടി ചെയ്ത് കൂട്ടിയതല്ലേ ഇത്? വീട്ടിലിടാൻ നിന്റെ ഒന്നും ഞാൻ എല്ലാത്തിനും പകരം ചോദിച്ചിരിഞ്ഞ. അതേടാ, ഞാൻ അവർ തന്നെ ചെയ്തു. നീ എന്ത് ചെയ്യുന്നേ? നിനക്കൊന്നും ഒരു ചൊക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ നീ ഇവിടെ കിടന്നിപ്പോ ഷോർക്കല്ലോ. നിന്റെ ഔദാര്യം ആർക്കും വേണ്ട. എനിക്ക് വേണ്ട, ഞാൻ പിടിച്ചടക്കിയിരിക്കും. അതിന് ഏത് ഭാഗവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നീ ഒരു കോപ്പ് ചെയ്യാൻ പോണില്ല. കിച്ചാവ് പറഞ്ഞു. കാശി വീണവനെ തല്ലാൻ തുടങ്ങി. അവൻ തിരിച്ചു. അന്ന് ഈ വീട്ടിൽ നിന്ന് അവൻ ഞങ്ങൾ ഇറക്കി വിട്ടു. അവനായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. അവനെ സ്നേഹിച്ചിരുന്ന വയസ്സ് പോലും അവനെ തള്ളി പറഞ്ഞു. ആനിക്ക് വയ്യാതെ അങ്കിളും ആദ്യത്തെ റൂട്ടായതുകൊണ്ട് ഈ പറഞ്ഞൊന്നും കേട്ടില്ല. പിറ്റേ ദിവസം ഞങ്ങൾ അറിയുന്ന കിച്ചുവിനെ റാമിനെ ആരോ സംഘം ചേർന്ന് ആക്രമിച്ചെന്നാണ്. അവർക്ക് വലിയ രീതിയിൽ പരിക്കുന്നില്ലായിരുന്നു. കിച്ചുവിനെ വലത്തെ കൈ ഉടങ്ങി. ഒപ്പം തലയിൽ ചെറിയൊരു മുറിവ്. റാമിനെ നെറ്റിൽ പരിക്കുന്നായിരുന്നു. ഞങ്ങൾ ആരോനെ കാണാൻ പോയില്ലെങ്കിൽ അവന്റെ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവർ ഉപദ്രവിക്കാൻ മാത്രം ആരാണ് ശത്രുക്കളെന്ന് ഞങ്ങൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി മാറി. അതിനിടെ കാശിയെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. PTA മീറ്റിംഗിൽ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കാശിയെ പുറത്താക്കണമെന്ന് ശക്തമായി പറഞ്ഞു. അത് കോളേജിന് കണക്കിലെടുക്കാൻ പറ്റില്ല. അന്ന് അവന്റെ സ്വപ്നങ്ങളെല്ലാം അവനോട് നഷ്ടമായി. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് കിച്ചുവിന് നേരെ നടന്ന ആക്രമണം അത് കാശി ആളെ പറഞ്ഞു വിട്ട് ശേഷിച്ചാണെന്ന് കിച്ചു പറഞ്ഞു. അതും അവൻ ക്രിയേറ്റ് ചെയ്ത ട്രാപ്പാണ്. ഞങ്ങൾക്കത് മനസ്സിലായി. ആ കാരണം കൊണ്ട് കിച്ചുവിന്റെ അച്ഛൻ കാശിയെ കണ്ട് നിജസ്ഥിതി മനസ്സിലാക്കാൻ വന്നു. അന്ന് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളവരും കിച്ചുവിന്റെ അച്ഛനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. കൂടാതെ അന്ന് ഞാൻ ദേവനോട് സംസാരിച്ചിരുന്നപ്പോൾ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവൻ ഫോണിൽ കിച്ചുവും കാശിയായിട്ടുള്ള സംസാരമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. സംസാരത്തിൽ വ്യക്തമായിരുന്നെങ്കിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി. മഹേഷ് ആണെങ്കിലൊന്നും കിച്ചു ചെയ്ത തെറ്റിന് കാശിയോട് മാപ്പ് ചോദിച്ചാണ് പോയത്. കിച്ചു അമ്മയ്ക്ക് നാട്ടിലവിടെ തറവാട്ടിൽ കുടിച്ചിട്ട് പോയതായിരുന്നു. മകന്റെ തോന്നിയാസങ്ങൾക്ക് മുമ്പിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ തലവിക്കേണ്ടി വന്നാക്കി കിച്ചുവിനെ കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് അവനെ തലവും വിലവും തള്ളി. അച്ഛനായതുകൊണ്ട് അവൻ തിരിച്ചൊന്നും ചെയ്യാതെ നിന്നു. അവന്റെ കുടുംബത്തിലുള്ള ഒരു മൊത്തം സംഭവമായിരുന്നു. കാശി എല്ലാവരുടെ മുമ്പിൽ തലവിളിച്ചിരുന്ന പോലെ അവനും അപമാനത്തിന് അവർക്കും പേര്. എല്ലാം ഒന്ന് ഒതുങ്ങി വെച്ചിരുന്ന ഞങ്ങൾക്ക് തെറ്റി. കിച്ചു സമ്പത്തിന്റെ പേരിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഉറ്റ കൂട്ടുകാരായിരുന്ന രണ്ടുപേർ തമ്മിലുള്ള യുദ്ധം അവിടെ തുടങ്ങിയായിരുന്നു.